നോമ്പൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നില്ലേ? എന്തായാലും ഇവിടുത്തെ നോമ്പ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രക്ക് ചൂടാണ്. പിന്നെ നോമ്പായിട്ട് എനിക്ക് വേറൊരു വിശേഷം കൂടെ കിട്ടിയിട്ടുണ്ട്. ജലദോഷം, തൊണ്ടവേദന, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ചുമയും കിട്ടിയിട്ടുണ്ട്. കാരണം നോമ്പിന്റെ ആ ടൈമിൽ നമ്മൾ തണുത്തതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇപ്പം മുതൽ ഞാൻ തണുപ്പ് അങ്ങോട്ടേക്ക് ഒഴിവാക്കിയിട്ടാണുള്ളത്. കാരണം രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ചുമയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു പഴംപൊരിയും ഒരു മുഹബത്ത് കാ സർബത്തും ഉണ്ടാക്കാന്ന്. കാരണം നോമ്പ് ഒന്നിനൊക്കെ ഇവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് മൊത്തം ബാലൻസ് ആയിരുന്നു. കഴിക്കാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. പണ്ടൊക്കെ കുറെ കഴിച്ചിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് പണ്ടത്താരും ഇത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സിമ്പിളാക്കാം, ഒരു സ്നാക്ക് മതിയെന്ന്. അങ്ങനെതാ മുഹബത്ത് കാ സർബത്ത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ലടാ, ജസ്റ്റ് പാലും പഞ്ചസാരയും വത്തക്കയും, ഈ 3 ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. ചില ആൾക്കാർ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ കസ്കസൊക്കെ യൂസ് ചെയ്യും. ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതാ പഴംപൊരി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ അതാ ഇത് കാണുമ്പോൾ നമ്മുടെ മുട്ട ബജിയൊക്കെ പോലെ ഉണ്ടെങ്കിലും ഇത് മുട്ട ബജിയല്ല. ഇത് നമ്മുടെ ബാലൻസ് വന്ന ആ ഒരു മാവ് ഉണ്ടല്ലോ, ആ മാവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ്. ആ ഒരു എണ്ണയിൽ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, വെറുതെ തന്നെ കഴിക്കാൻ. അങ്ങനെ ആ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പെന്ന് പറഞ്ഞ് പിന്നെ കുത്തപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല മീൻകറി.